ഗുഡ് മോർണിംഗ്. ഇന്ന് സാറ്റർഡേ മോർണിംഗ്. എനിക്ക് സ്കൂളിൽ പോകണ്ട. അപ്പം വീട്ടിൽ കുറേ പണികളുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞു ഞാൻ ഡൈ ചെയ്തു കേട്ടോ. ഡൈ ചെയ്തത് ഇൻഡസ് വാലി ഡൈ ആണ് ഞാൻ ഉപയോഗിക്കാറ്. ഇൻഡസ് വാലിയുടെ കുറച്ച് നാച്ചുറലാണെന്നാണ് പറയുന്നത്, കെമിക്കൽസ് അധികം ഇല്ലയെന്ന്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാനത് ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനകത്തൊരു അലോവേരയുടെ ജെല്ലുണ്ട്, പിന്നെ ഒരു ഹെന്ന പൗഡറുണ്ട്, ഒരു ഷാംപൂ, ഒരു സ്പൈഡർ ക്രീമും. അപ്പോൾ ഈ അലോവേര ജെല്ലും ഹെന്ന പൗഡറും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു 1 hour നിന്നാൽ അത്രയും നല്ലത്. എന്നിട്ട് ഈ ഷാംപൂ ഈ സ്പൈഡർ ക്രീമും അപ്ലൈ ചെയ്യണം. ഹെയറൊക്കെ നല്ല സ്മൂത്തായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അത് അപ്ലൈ ചെയ്തതിന് ശേഷം. എന്നിട്ട് ഇത് ഞാൻ 1 ടൈം പാക്കാണ് മേടിക്കാറ്. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചു, ഒരു പ്രാവശ്യം ഉപയോഗിച്ചു, അപ്പോൾ തന്നെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇപ്രാവശ്യം വീണ്ടും ഓർഡർ ചെയ്തതാണ്. ഞാൻ അവരുടെ വലിയ പാക്കുണ്ട്, അത് ഞാൻ മേടിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അലർജി, ഈ സ്കിൻ ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് ഇൻ കേസ് എപ്പോഴെങ്കിലും ഇത് പറ്റാതെ വന്നാലേ വെറുതെ ഇവിടെ സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റത്തവണ യൂസ് ചെയ്യുന്ന പാക്ക് മാത്രമേ മേടിക്കാറുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എനിക്ക് ഈ ഗ്രേ ഹെയർസ് ഈ ഫ്രണ്ടിൽ കാണുന്നിടത്ത് മാത്രമേ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യാറുള്ളൂ. ഈ അകത്തോട്ടൊക്കെ ഉണ്ടാവും, ഞാൻ ഉപയോഗിക്കാറില്ല ഒന്നും. അപ്പം നമുക്കിത് അധികമാണ്, ഒരു പ്രാവശ്യം എടുക്കുന്നത് അധികമാണ്, ക്വാണ്ടിറ്റി നല്ലപോലെ ഉണ്ട്. അപ്പം ഞാൻ നിർബന്ധിച്ച്, ഹസ്ബൻഡിന് ഇഷ്ടമല്ല, ഞാൻ നിർബന്ധിച്ച് ഹസ്ബൻഡിന് ഇട്ട് കൊടുക്കും. പുള്ളി അരമണിക്കൂർ പോലും നിൽക്കത്തില്ല, അത് കഴുകിക്കളയും. പിന്നെ അമ്മയ്ക്ക് ഗ്രേ ഹെയർസ് ഉണ്ട്. അപ്പം എനിക്കും അമ്മയ്ക്കും ഹസ്ബൻഡിനും കൂടെ ഇട്ടാൽ കറക്റ്റാണ്. അപ്പം നിങ്ങൾ ഈ 1 ടൈം പാക്ക് മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ഇല്ലെങ്കിൽ അത് പിന്നെ വേസ്റ്റാണ്, നമുക്ക് മൊത്തം ഉപയോഗിച്ച് തീർക്കാൻ പറ്റത്തില്ല, വെറുതെ കളയേണ്ടി വരും. ഇനി ഞാൻ പുറത്തോട്ടൊന്ന് പോകാൻ പോവാണ് കേട്ടോ. അപ്പം പുറത്ത് പോണേൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നെ അറിയിക്കാം. അപ്പോൾ ഞങ്ങളിന്ന് സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ക്യുക്സ സൂപ്പർ മാർക്കറ്റ്, പള്ളിമുക്കിലുള്ളത്. ഇവിടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫിഷും മീറ്റും ഒക്കെ കിട്ടും കേട്ടോ. കണ്ടില്ലേ, നല്ല നല്ല ഫ്രഷാണ് കേട്ടോ വെജിറ്റബിൾസൊക്കെ. പിന്നെ നല്ല ഫിഷും മീറ്റും കട്ട് ചെയ്തുമൊക്കെ തരും കേട്ടോ. പിന്നെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അവിടെ, ഫിഷും മീറ്റും ഒക്കെ. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ മേടിച്ചുകൊണ്ട് പോയാൽ നല്ലതാണ്, അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് അവർ. കണവ, കൊഞ്ച്, പിന്നെ കുറേ മീനുകൾ, എനിക്ക് പേരൊന്നും പറഞ്ഞുകൂടാതെ തന്നെ കുറേ മീനുകൾ അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഈ മീൻ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഭ്രാന്തൊക്കെ ഉണ്ടാവുമോ? എന്താ വെച്ചാൽ എനിക്ക് കഴിക്കാനും ഇഷ്ടം മീനാണ്, കാണാനും ഇഷ്ടമാണ്. ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഇങ്ങനെ വെക്കുന്നതല്ല, എനിക്ക് ഈ റോഡ് സൈഡിലും മാർക്കറ്റിലും ഒക്കെ ഇങ്ങനെ അടുക്കി ആൾക്കാർ മീൻ വിൽക്കാനിരിക്കില്ലേ, ഇങ്ങനെ ഈ മണ്ണിലൊക്കെ പെരണ്ട മീനുകൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടാൽ മതി. അപ്പം ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഹസ്ബൻഡ് ഇങ്ങനെ സ്ലോ ചെയ്തരും, കണ്ടോ സന്തോഷമാവട്ടെ എന്നും പറഞ്ഞ്. സത്യമായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ കാണാനായിട്ട്. ഇത് മീറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. പിന്നെ കുറേ കറിയൊക്കെ നമുക്ക് അവിടെ റെഡി ടു സെർവ് പോലെ ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനടുത്ത് എടുത്തോണ്ട് മേടിക്കാം. പിന്നെ ഇവിടെ നമുക്ക് തേങ്ങ തിരികിയത് കിട്ടും, അത് വലിയൊരു ഉപകാരമാണ്. തേങ്ങ തിരുകാൻ മടിയുള്ളവർക്ക് അത് ഈസിയാണ്. ഇവിടെ വന്ന് ആവശ്യമുള്ള തേങ്ങ പറഞ്ഞ് അവർ തിരികെ അവിടെ വെച്ചിട്ടുണ്ട്, ഓൾറെഡി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും, അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എടുക്കാം. പിന്നെ ചില വെജിറ്റബിൾസ് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തേയില വേണമായിരുന്നു, അപ്പോൾ ഞാൻ ആ സെക്ഷനിലോട്ട് വന്നതാണ്. എല്ലാ ബ്രാൻഡും, ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിൻ്റെയും തേയില ഉണ്ട് അവിടെ. അപ്പം ഞാനിപ്രാവശ്യം റിപ്പിളിൻ്റെയാണ് എടുത്തത്. എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. ഇവിടെ കണ്ടുപിടിക്കാനൊന്നും ഒരു പാടുമില്ല. പിന്നെ ഇത് മൊത്തം കറിയുടെ സെക്ഷനാണ്, കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ബാച്ചിലേഴ്സിനൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ നല്ല, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ളവർക്കും ചിലപ്പം വയ്ക്കാൻ മടിയുണ്ടെങ്കിൽ കുറച്ച്, എനിക്ക് തോന്നുന്നു ഗ്രാം കണക്കിനാന്ന് തോന്നുന്നു. ഞാൻ മേടിച്ചിട്ടില്ല ഇവിടുന്ന്, ഞാൻ അങ്ങനെ മേടിക്കാറില്ല. അങ്ങനെ മേടിച്ചുകൊണ്ട് പോകാം, അപ്പോൾ ഈസിയാണ്. ചോറ് മാത്രം വെച്ച് അല്ലെങ്കിൽ ചപ്പാത്തിയിലൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇതുണ്ടോ, കുറേ വെറൈറ്റി പലഹാരങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ഈ ബണ്ണ് പഫ്സ് ഒന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ സെക്ഷനൊന്നും ഞാനൊന്നും മേടിച്ചിട്ടില്ല. പക്ഷേ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട്. ഇതാണ് ആ തേങ്ങ തിരിക്കുന്നത് കേട്ടോ, അത് 2 ഞാനെടുത്തു. ഇത് കണ്ടോ, കിളിക്കൂടെന്ന് പറഞ്ഞൊരു പലഹാരമാണ് കേട്ടോ ഇരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്, ഞാൻ അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല.
എണ്ണപ്പലഹാരം പൊതുവേ എനിക്കിഷ്ടമല്ല, അതാണ് ഞാൻ ഇതൊന്നും മേടിക്കാത്തത് കേട്ടോ. പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ. ഈ സെക്ഷനൊന്നും ഞാനിങ്ങനെ നോക്കാറില്ല. സാൻഡ്വിച്ചസ്, ബോട്ടിൽ ജ്യൂസസ്, പിന്നെ പലതരം അലുവകളുണ്ട് കേട്ടോ. കേക്കും അലുവയും ഒക്കെ നല്ല തോന്നുന്നു കണ്ടിട്ട്. അപ്പം ഇതാണ് ക്വിക്സ സൂപ്പർ മാർക്കറ്റ്. നല്ല സൂപ്പർ മാർക്കറ്റാണ്.